റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖലൻ വഅദബൻ വഈമാനൻ കാമില. റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസ്സഅദ. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും നേരുന്നു. അൽഹംദുലില്ലാ. ക്ലാസ്സുകൾ കേൾക്കുന്നവരും വർക്കുകളൊക്കെ എഴുതുന്നവരുണ്ട്. സന്തോഷങ്ങൾ അറിയിക്കുന്നു. എല്ലാവർക്കും ഈയൊരു വളരെ മഹത്തായ ക്ലാസ്സിൻ്റെ ഭാഗത്താകാൻ കഴിയുന്നതിൽ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു ഈ ക്ലാസ്സിൽ നഫ്അ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത നമ്മുടെ ക്ലാസ് ഫൈദ അഹ്റമൽ ഇമാമു ബിൽ ഫർളി എന്ന ഭാഗത്തിൽ നിന്നാണ്. 26ാമത്തെ ക്ലാസ് ആയിരിക്കും. പറയുന്നത്, ഇമാം ഫർളായ നിസ്കാരത്തിന് ഇമാം ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ഫലാ തശ്തഗിൽ ഇല്ലാ ബിൽ ഇഖ്തിദാഇ ബിഹി. അപ്പോൾ അവിടെ കൂടിയ ജമാഅത്തിന് വേണ്ടി കൂടിയ ആളുകൾ ഇമാമിനോട് പെട്ടെന്ന് തുടരുകയാണ് വേണ്ടത്. ഇമാമിനോടുള്ള തുടരലല്ലാതെ വേറൊരു കാര്യവുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. വസല്ലിൽ ഫർള കമാ സയുത്ല അലൈക ഫീ കൈഫിയത്തി സ്വലാത്തി ആദാബിഹ. ശേഷം ഈ കിതാബിൽ തന്നെ നിസ്കാരത്തിൻ്റെ രൂപങ്ങളും മര്യാദകളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഫർളുകൾ നിസ്കരിക്കണം. ഫൈദാ ഫറഗത, അങ്ങനെ ഫർള് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫഖുൽ, നീ പറയണം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വസല്ലിം. അല്ലാഹുമ്മ അൻത സലാം മിൻക സലാം വഇലൈക യഊദു സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ അൽ ജന്നത ദാറസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. സുബ്ഹാന റബ്ബിയൽ അലിയ്യിൽ അലൽ വഹാബ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അഹ്ലുൻ നിഅമതി വൽ ഫദ്ലി വസ്സനാഇൽ ഹുസൈൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ എന്ന ഈ ദുആ ദിക്റുകളൊക്കെ ചൊല്ലാം. സുമ്മ ദുഉ ബഅദ ദാലിക ബിൽ ജവാമിൽ കാമിൽ. പിന്നെ ശേഷം പൂർണ്ണമായ എല്ലാതും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ദുആർക്കണം. വഹുവ മാ അല്ലമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പൂർണ്ണമായ ദുആ മുത്തുനബി പഠിപ്പിച്ചതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൊട്ട് റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്. വഹുവ മാ അല്ലമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ. ആ ദുആയെ ആയിഷ ബീവിയെ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ദുആ ആണ്. ആയിഷ മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ആയിഷ ബീവിയോട് പറഞ്ഞ ദുആ ഫഖുൽ, നീ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലഹു വആജിലഹു മാ അലിംത മിൻഹു വമാ ലം അഅലം വഅഊദു ബിക മിനശ് ശർരി കുല്ലിഹി ആജിലഹു വആജിലഹു മാ അലിംത മിൻഹു വമാ ലം അഅലം വഅസ്അലുകൽ ജന്നത വമാ യുഖർരിബു ഇലൈഹാ മിൻ ഖൗലിൻ വഅമലിൻ വനിയ്യത്തിൻ വഇഅ്തിഖാദ് വഅഊദു ബിക മിനൻ നാരി വമാ യുഖർരിബു ഇലൈഹാ മിൻ ഖൗലിൻ വഅമലിൻ വനിയ്യത്തിൻ വഇഅ്തിഖാദ് വഅസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻഹു അബ്ദുക വനബിയ്യുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഊദു ബിക മിൻ ശർരി മാ ഇസ്തഅദക മിൻഹു അബ്ദുക വനബിയ്യുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ഖളൈത അലയ്യ മിൻ അംരിൻ ഫജ്അൽ ആഖിബതഹു റഷദാ എന്ന ഈ ദുആ ചെയ്യണം. പിന്നെ ثم دعوا بما أوصى به رسول الله صلى الله عليه وسلم ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവിയോട് വസിയത്ത് ചെയ്ത അതും പറയണം. എന്താ അത്? യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലാ അൻത ബിറഹ്മതിക അസ്തഗീസ് വമിൻ അദാബിക അസ്തജീർ ലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക തുർഫത ഐൻ വഅസ്ലിഹ് ലി ശഅനി കുല്ലിഹി ബിമാ അസ്ലഹത ബിഹി സ്വാലിഹീൻ. പിന്നെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. എന്താ പറയുന്നത്? മഖുൽ മാ ഖാലഹു ഈസാ അലാ നബിയിനാ വഅലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുമ്മ ഇന്നി അസ്ബഹതു ലാ അസ്തത്വിഉ ദഫ്അ മാ അക്റഹ് വലാ അംലികു നഫ്അ മാ അർജു വഅസ്ബഹൽ അംറു ബിയദിക ലാ ബിയദി ഗൈരിക വഅസ്ബഹതു മുർതഹിനൻ ബിഅമലി ഫലാ ഫഖീറ അഫ്ഖറു മിന്നി ഇലൈക
اللهم ولا غني أغنى منك عني اللهم لا تشمت بي عدوي ولا تسؤ بي صديقي ولا تجعل مصيبتي في ديني ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علي بذنبي من لا يرحمني എന്ന ദുആ ഓർക്കണം. ഇത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാ. വലാ തജഅലി ദുനിയ അക്ബറ ഹമ്മി വലാ മബ്ലഗ ഇൽമി. അങ്ങനെ കേട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. വളരെ സിമ്പിളാണ്, ദുആ പറയുന്നുള്ളൂ. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ആ നിസ്കാരത്തിന് സലാം വീട്ടിയാൽ തന്നെ, സലാം വീട്ടിയാൽ വലത്തെ ഭാഗത്തേക്ക് സലാം വീട്ടിയാൽ അല്ലാഹുമ്മ അസ്അലുക്കൽ ജന്നത, പിന്നെ അടുത്ത ഭാഗത്തേക്ക് സലാം വീട്ടിയാൽ നജാത്ത മിനന്നാർ, പിന്നെ അങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുമ്മ അൻത സലാം മിൻക സലാം, ആ ദുആ ഉണ്ടല്ലോ, ആ ഒരു ദിക്ർ ചൊല്ലിയിട്ട് പിന്നെ നമ്മൾ ആയത്തുൽ കുർസിയും അതുപോലെ 3 തസ്ബീഹ് 33 തസ്ബീഹും അല്ലാഹു അക്ബറും അതുപോലെ ഹംദൊക്കെ പറഞ്ഞതിന് ശേഷം എന്താണ് അല ദിക്ർ ഫഅലൻ മൻഹു നമ്മൾ ഇത് പഠിച്ചതിന് ശേഷം അത് 10 പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ദുആ ചെയ്യാറ്. ഇങ്ങനെ നിസ്കാരത്തിന് ശേഷം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെ പറയുന്ന ഈ ദുആ പല മഹാന്മാരിലൂടെയും വന്നതായതുകൊണ്ട് അത് പ്രത്യേകം പരാമർശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ളതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.